നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. എനിക്ക് ഒരേ ദിവസം വന്ന 2 കോളുകളിൽ ആദ്യത്തെ ആൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് അത് കിട്ടുമോ, എൻ്റെ ഡ്രീം ജോബാണ്, ഞാൻ കുറേ നാളായി കാത്തിരിക്കുകയാണ് എന്നൊരു ചോദ്യം. രണ്ടാമത്തെ ആൾ ഇതേ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ നല്ലൊരു പൊസിഷനിൽ ജോലിയാണ്, നല്ല ശമ്പളമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവിടേക്ക് വന്ന ഒരു മേലുദ്യോഗസ്ഥൻ, ഇദ്ദേഹത്തെക്കാളും പ്രായം കുറഞ്ഞ ഒരാൾ പെട്ടെന്ന് വന്ന് ഭരിക്കുന്നു, എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല, ഒരു ഈഗോ ക്ലാഷ് വന്നിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തോട്ടെ എന്നൊരു ചോദ്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജോബ് സെക്യൂരിറ്റിക്കോ ഒരു കുഴപ്പവും വേറെ ഒരു രീതിയിലുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 ആൾക്കാർ ഒരേ സ്ഥാപനത്തിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. നമുക്ക് ഒരാൾക്കൊരു ഡ്രീം ജോബായിട്ടിരിക്കുന്ന ഒരു കാര്യം മറ്റേ ആൾക്ക് എന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചിട്ട് ഒറ്റയടിക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നത്? നമ്മൾ ഏത് കാര്യത്തിലാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ജോലിക്ക് പോകുന്നു, അത് ചെയ്യുന്നു, ശമ്പളം വാങ്ങിക്കുന്നു എന്ന കാര്യത്തിനാണോ പ്രയോറിറ്റി? അതോ അവിടെ ഒരു ഈഗോ ക്ലാഷ് വന്നിട്ട് മറ്റേ ആളെ കാണിച്ചു കൊടുക്കാം എന്ന രീതിയിൽ റിസൈൻ ചെയ്യാനായിട്ട് മനസ്സിൽ വിചാരിക്കുന്നത് നല്ല കാര്യമാണോ എന്നൊന്നും കൂടി ചിന്തിക്കണ്ടേ? നമുക്ക് ജോലി മാറണമെങ്കിൽ ജോലിക്ക് വേണ്ടി ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി, നല്ലൊരു പൊസിഷനിലോട്ട് വരാൻ, നല്ല ശമ്പളം വാങ്ങിക്കാൻ, നമുക്ക് കൂടുതൽ അറിവുകൾ നേടാൻ, പഠിക്കാൻ, അങ്ങനെയൊക്കെ വിചാരിച്ച് ജോലി മാറുന്നതിനൊരു ലോജിക്ക് ഉണ്ടാവും അല്ലേ? പെട്ടെന്ന് ചാടിക്കേറി ഒരു ഈഗോ ക്ലാഷിൻ്റെ പുറത്ത് ജോലി ഉപേക്ഷിച്ച് ഓടരുത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു സമയം അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോകുന്ന അവസ്ഥയിൽ വരും. ഇങ്ങനത്തെ കോൾസും എനിക്ക് നിരന്തരം വരാറുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക.